ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, മാരേജ് ഒരു ഡീമോണിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇന്ന് പലരും വിലയിരുത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികൾക്കും വിവാഹത്തിലേക്ക് വരുന്നതിന് വിമുഖതയുള്ളതായിട്ടും വിവാഹം ലേറ്റ് ചെയ്ത് നീണ്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. പല പെൺകുട്ടികളും വിവാഹം വേണ്ട എന്നല്ല പറയുന്നത്, ഇപ്പോൾ വേണ്ട എന്നാണ് പറയുന്നത്. അതിനർത്ഥം അവർ പിന്നീടേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള കാര്യം, ബയോളജിക്കലി അല്ലെങ്കിൽ കൺസീവ് ആകാനുള്ള സാധ്യത ഓരോ മാസം കഴിയും തോറും കുറഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റി ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഡയറക്ഷനിലാണോ പോകുന്നത് എന്ന് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വിവാഹത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകേണ്ടുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ അടുത്ത കാലത്ത്, മുൻപ് ഞാൻ പഠനങ്ങളിലൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പെൺകുട്ടികളിലാണ് വിവാഹത്തിലേക്ക് പോകുന്നതിനുള്ളൊരു താല്പര്യം കുറവ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ആൺകുട്ടികളിലും പൊതുവെ ഇപ്പോൾ വിവാഹത്തിനോടൊരു താല്പര്യം കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു നല്ല രീതിയിലല്ല നമ്മുടെ സൊസൈറ്റി ഓറിയൻറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മാരിറ്റൽ ലൈഫ് പലരിലും ഡിസ്ഫങ്ഷനിലാവുന്നതെന്ന് ചോദിച്ചാൽ, അവർ പ്രോപ്പറായിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യാത്തത് കൊണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്നാമത്, മാരേജിന് മുന്നേ പ്രോപ്പറായിട്ട് ഓണസ്റ്റായിട്ട് രണ്ടുപേരും സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലതും മറച്ചു വെച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് നടക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്കായി പോകുമോ എന്നുള്ള പേടിയുടെ പുറത്താണ് പലരും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ഓവർ ദ ടൈം അത് പുറത്തു വരികയും സത്യം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ളൊരു ട്രസ്റ്റ് ഡെഫിസിറ്റാണ് ഉണ്ടാകുന്നത്. അത് പിന്നെ ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത വിധം വലിയ രീതിയിലുള്ളൊരു അവേർഷനിലേക്ക് പോകും. പിന്നെ ഇവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു അകൽച്ച ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്നാണോ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്, ആദ്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ പെണ്ണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നത്, ആ സമയം തൊട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഒരേ ലൈനിലായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓണസ്റ്റായിട്ട്, സ്ട്രെയിറ്റായിട്ട്, ഓപ്പണായിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിനെ കാണുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ മുൻപ് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫ്യൂച്ചറിൽ മാരേജ് ചെയ്യാൻ പോകുന്ന ആളോട് പറയാതിരിക്കരുത്. ഈവൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോയാൽ പോലും അത് പറയാതിരിക്കുന്നത് ഈ പിന്നീട് ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ വലിയൊരു കോൺസിക്വൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള വസ്തുത നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മാരേജിന് പുറത്ത്, പ്രത്യേകിച്ച് പ്രീ മാരിറ്റലായിട്ടുള്ള സെക്ഷുവൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിനകത്തേക്ക് വരരുത് എന്നുള്ളതാണ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള ധാരാളം കോൺസിക്വൻസസ് ഉണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള ധാരാളം കോൺസിക്വൻസസ് ഉണ്ട്. അതിനേക്കാൾ ഉപരി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് ധാരാളം പഠനങ്ങൾ വെളിപ്പെട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വൈസായിട്ടുള്ളൊരു കാര്യം, ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം, ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീ മാരിറ്റൽ, എക്സ്ട്രാ മാരിറ്റൽ സെക്ഷുവൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അൺമാരിഡ് ആയിട്ടുള്ള ആൾക്കാർ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു മെയിലും ഫീമെയിലും ആണ് മാരേജിനകത്തേക്ക് പോകുന്നത്, ധാരാളം ഡിഫറൻസസ് മെയിലും ഫീമെയിലും തമ്മിലുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്, ബയോളജിക്കലി, സൈക്കോളജിക്കലി എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിഫറൻസസ് മനസ്സിലാക്കി പരസ്പരം ഇടപെടേണ്ടുന്നത് വളരെയേറെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡിഫറൻസസ് പരമാവധി കുറയ്ക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പരമാവധി ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസ് ഉള്ളവർ മാരേജ് ചെയ്യുന്നതാണ് കഴിവതും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം റിലീജിയൻ, സെയിം കാസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരേ ലൈനിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഡിഫറൻസസ് കുറയാനും
ഫ്യൂച്ചറിൽ മാരേജിനിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാനുമാണ് അത് സഹായിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളൊരു പ്രോഗ്രസീവ് തിങ്കിങ് അങ്ങനെ അല്ലെങ്കിൽ പോലും പ്രാക്ടിക്കലി ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് കാണുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വളരെ എടുത്തു ചാടി ഇമ്പൾസീവായിട്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഓവർ ദ ടൈം സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ഓണസ്റ്റ്ലി ഇൻറ്റഗ്രിറ്റിയോടുകൂടെ കഴിയുമോ എന്നുള്ളതാണ് വളരെ വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ലൈഫിനെ കുറേ കൂടെ സീരിയസ് ആയിട്ട് കാണുകയും മാരേജ് റിലേഷൻഷിപ്പ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ വളരെ വൈസ്ഫുള്ളായിട്ട് ചൂസ് ചെയ്യുകയും, അപ്പോൾ ഫോൾ ഇൻ ലവ് എന്നാണ് പറയുന്നത്. ആക്ച്വലി അത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ടേമാണ്. നമ്മൾ അങ്ങനെ ഒരു തിരിച്ചറിവില്ലാത്ത അല്ലെങ്കിൽ വിവേകമില്ലാത്ത രീതിയിൽ ഫോള് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഫോളാവും എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ കോൺഷ്യസ് ആയിട്ട് സെൽഫ് കൺട്രോളോടുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മാച്ചായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാർട്ട്ണറെ 90% നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മാരിറ്റൽ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.